വലിയ നോമ്പിലെ 4-ാം ദിനമാണ് ഇന്ന്. ഈശോയോടൊപ്പം കാൽവരി മലയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ സഹായിക്കുന്ന 3 അനുഷ്ഠാനങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയും ധർമ്മദാനവും. വിശുദ്ധ അപ്രേം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: ആത്മാവിൻ്റെ കറകളെ കഴുകിക്കളയുന്നതും നമ്മുടെ പാപങ്ങളുടെ മുറിവ് ഉണക്കുന്നതുമായ തപശ്ചര്യാ ജീവിതത്തിൻ്റെ 3 തൂണുകളാണ് ഉപവാസവും പ്രാർത്ഥനയും ജീവകാരുണ്യ പ്രവൃത്തികളും. വിശുദ്ധി സൂക്ഷിക്കുന്നതിനുള്ള വഴിയാണ് ഉപവാസം. മാംസം കേടുകൂടാതെ ഉപ്പ് സൂക്ഷിക്കുന്നത് പോലെ നമ്മിലെ പുണ്യങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന വലിയ അനുഷ്ഠാനമാണ് ഉപവാസം. അപ്രേം ഇങ്ങനെ പഠിപ്പിക്കുന്നു: കണ്ണിൽ വീഴുന്ന പൊടി അകറ്റുന്നതിന് കണ്ണെങ്ങനെ ഒരുമ്പെടുന്നുവോ അതുപോലെ വൈരാഗ്യ ചിന്തകളെയും മോശമായ ആഗ്രഹങ്ങളെയും അത് നിയന്ത്രിക്കുകയും അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതെ നമ്മുടെ നാവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഉപവാസം. ഉപവസിച്ചു പ്രാർത്ഥിച്ചിരുന്നവനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഉപവസിച്ചു തങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചവരാണ് മോശ, ദാവീദ്, ഏലിയ പ്രവാചകൻ, ആഹാബ് രാജാവ്, നെഹമ്യ, എസ്തർ, അന്ന തുടങ്ങിയവർ. ഉപവാസത്തിൻ്റെ ആഴം മനസ്സിലാക്കി ഉപവസിച്ചു പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ നിശബ്ദതയെ ഇളക്കിയ വലിയ ശക്തി, അതാണ് ഉപവാസം. നമ്മിൽ വലിയ മാനസാന്തരം ഉണ്ടാക്കുന്ന ശക്തിയാണ് ഉപവാസം. ഉപവാസവും പ്രാർത്ഥനയും ഒരുമിച്ചാണ് നാം പറയുക. ഉപവാസം തന്നെ പ്രാർത്ഥനയും, പ്രാർത്ഥന തന്നെ ഉപവാസവുമാണ്. ഉപവാസം ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. പൗരസ്ത്യ സുറിയാനി ദൈവശാസ്ത്രത്തിലെ വലിയ ഒരു രേഖയായ ദിദസ്കാലിയ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഒരുമിച്ച് കൂടി ഉറക്കമിളച്ചിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. നിങ്ങൾ രാത്രി ഉറങ്ങരുത്. പ്രവാചക ഗ്രന്ഥങ്ങൾ, സങ്കീർത്തനങ്ങൾ, സുവിശേഷങ്ങൾ എന്നിവ വായിക്കണം. അതിന് ശക്തി നൽകുന്നതാണ് ഉപവാസം. ഉപവാസം മറ്റെല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയാണ്. മറ്റു പുണ്യങ്ങളിലേക്കുള്ള വാതായനമാണ് ഉപവാസം. മറ്റു പുണ്യങ്ങളുടെ അടിസ്ഥാനമാണ് ഉപവാസമെന്ന് വിശുദ്ധ ജെറോം നമ്മെ പഠിപ്പിക്കുന്നു. ആത്മാവിൻ്റെ ഭക്ഷണമാണ് ഉപവാസം. ആത്മാവിന് ഭക്ഷണം കൊടുക്കാൻ ശരീരത്തെ മാറ്റി നിർത്തുന്ന കാലം ഉപവാസം ആത്മാവിനെ സ്വർഗീയ ഭക്ഷണത്തിലേക്ക് ഉയർത്തുന്നു എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഉപവാസം ക്ഷമയുടെ അധ്യാപികയാണ്. നാം ക്ഷമ പഠിക്കുന്നത് ഉപവസിക്കുന്നതിലൂടെയാണ്. ഉപവാസം അരൂപിയിലുള്ള യാത്രയാണ്. പ്രത്യക്ഷത്തിൽ ഉപവാസം ഒരു അകന്നു നിൽപ്പാണ്. അകന്നു നിൽക്കുന്നവർക്കല്ലേ അടുത്തു വരാൻ കഴിയൂ? വർജിക്കുന്നവർക്കല്ലേ ആർജിക്കാൻ പറ്റൂ? ഉപവസിക്കുമ്പോൾ ത്യാഗം കൃപയാകുന്നു. ഉപവാസം വഴി നാം ദൈവകരുണ കൊണ്ട് നിറയുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. ദൈവകൽപ്പനകൾ പാലിച്ച് തിന്മയിൽ നിന്ന് അകന്നിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉപവാസം. ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല. തെർത്തുല്യൻ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: ഉപവാസം ദൈവകൽപ്പനകൾ നാം ലംഘിച്ചതിന് പരിഹാരം ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. അതൊരു മനോഭാവമാണ്. സുറിയാനി പിതാവായ ആധ്യാത്മിക ശ്രേഷ്ഠൻ അഫ്രാറ്റസ് ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഉപവാസം ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വിലയുള്ള നിധിയാണ്. അത് തിന്മയ്ക്കെതിരെയുള്ള വലിയ ആയുധമാണ്. എന്നാൽ ഹൃദയപരിശുദ്ധി ഇല്ല എങ്കിൽ ഉപവാസത്തിന് അർത്ഥമില്ല. ഉപവാസം അർത്ഥപൂർണമാകുന്നതും ഫലവത്താകുന്നതും ജീവകാരുണ്യ പ്രവൃത്തികളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ദാനധർമ്മം അനുധാവനം ചെയ്യുന്നില്ലെങ്കിൽ ഉപവാസം സ്വർഗപ്രാപ്തിക്ക് ഉപകരിക്കുകയില്ല. പ്രാർത്ഥനയുടെ സഹോദരിയാണ്
ഉപവാസം. പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്ന 2 ചിറകുകളാണ് ഉപവാസവും ധർമ്മദാനവും. ഉപവസിക്കുന്നത് വഴി മറ്റൊരാൾ നിറയണം. എൻ്റെ ഉപവാസം മറ്റൊരാളിന് ആത്മീയവും ശാരീരികവുമായ വിശപ്പിന് പരിഹാരമായിട്ട് തിരിക്കണം. ഇസിദോർ എന്ന സഭാപിതാവ് ഇങ്ങനെ പറയും: ഉപവസിക്കുന്നവൻ ലോകത്തിന് അപരിചിതനും ആത്മീയനുമായി മാറുന്നു. ഭക്ഷണവർജനം കൊണ്ട് മാത്രം ഹൃദയശുദ്ധിയും ശാരീരിക ശുദ്ധിയും പ്രാപിക്കാം എന്ന് നാം ധരിക്കരുത്. ജോൺ കാസിയൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഈ ഭക്ഷ്യവർജനത്തിൻ്റെ കൂടെ ആത്മാവിൻ്റെ ഉപവാസവും നമുക്ക് അനിവാര്യമാണ്. അപമാനിക്കുക, വിലയിടിച്ച് പറയുക, കോപിക്കുക, അസൂയപ്പെടുക, വ്യർത്ഥ അഭിമാനത്തിൽ മുഴുകിയിരിക്കുക, അധമ വികാരങ്ങൾ കൊണ്ട് നിറയുക, ഇവയെല്ലാം ഒഴിവാക്കുന്നതാണ് ആത്മാവിൻ്റെ ഉപവാസം. വിശുദ്ധ അത്തനേഷ്യസ് ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഉപവസിക്കുന്നത് വഴി നമ്മൾ മാലാഖമാരുടെ രാജ്യത്തേക്ക് കടക്കുന്നു. സാത്താനെതിരെയുള്ള നമ്മുടെ നിരന്തരമായ സമരത്തിൻ്റെ അല്ലെങ്കിൽ സമരത്തിനുള്ള ഫലപ്രദമായ മാർഗവും ഫലപ്രദമായ ഉപകരണവും യുദ്ധോപകരണവുമാണ് ഉപവാസം. ഉപവാസത്തിൻ്റെ ഇത്തരത്തിലുള്ള അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കി ശാരീരികവും ആത്മീയവുമായ ഉപവാസത്തിലൂടെ നോമ്പുകാലം ഫലപ്രദം ആക്കുവാൻ നമുക്ക് ശ്രമിക്കാം.